മലയാളി കണ്ണു തുറന്ന് കാണുന്നത് മാധ്യമങ്ങളിലെ വാർത്തകളാണ് രാവിലെ. ഈ മാധ്യമങ്ങളിലെ വാർത്ത വളരെ വലിയ തള്ളുകളിലൂടെ തുടങ്ങി, തള്ളുകളിലൂടെ നീങ്ങി, തള്ളുകൊണ്ട് അവസാനിക്കുന്നു. പക്ഷേ അത് അവസാനിക്കുന്നില്ല, വീണ്ടും തള്ളിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് രാവിലെ കണ്ടൊരു വാർത്ത, ചെങ്ങന്നൂരിൽ മറിയ ഉമ്മൻ മത്സരിക്കും. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ മറിയ ഉമ്മൻ മത്സരിക്കും. ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്യുകയാണ്, തള്ളോട് തള്ള്. പക്ഷെ ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ തിരിച്ചൊരു തള്ളു വന്നു. പാർട്ടിയോ ഘടകങ്ങളോ ഘടകകക്ഷികളോ ഈ വിവരം അറിഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഈ വിവരം അറിഞ്ഞിട്ടില്ല. മറിയ ഉമ്മൻ്റെ സഹോദരൻ ശ്രീ ചാണ്ടി ഉമ്മൻ MLA മറിയ ഉമ്മനും അറിഞ്ഞിട്ടില്ല. മറിയ ഉമ്മൻ അപ്പം മലക്കറി അരിയായിരിക്കും അടുക്കളയിൽ ഇരുന്നിട്ട്. ഇത് ചാനൽ വാർത്ത കണ്ടുകൊണ്ട് മലക്കറി എരിഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ മറിയ ഉമ്മൻ ഈ വാർത്ത കണ്ടിട്ട് ഞെട്ടിക്കണ്ടാവും. ഒരുപക്ഷെ അച്ചൂമ്മൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പിന്നെയും ഒന്ന് വിശ്വസിക്കും. കാരണം അച്ചൂമ്മൻ രാഷ്ട്രീയത്തിൽ നിന്ന ആളാണ്. KSU വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ അതിശക്തയായി നിന്ന, തിരുവനന്തപുരത്ത് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. PC വിഷ്ണുനാഥൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അവരോടൊപ്പം തോൾ ചേർന്ന് നിന്ന ആളാണ് ശ്രീ അച്ചൂമ്മൻ. പിന്നീട് അവരവരുടേതായ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മാറുന്നു. ഒരു ഇലക്ഷൻ വന്നു. ആ ഇലക്ഷൻ വന്ന സമയത്ത് ബൈ ഇലക്ഷൻ വരുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന് പകരമായി ആര് മത്സരിക്കും, ഈ 3 മക്കളുടെയും പേര് പറഞ്ഞു, മറ്റു പല നേതാക്കളുടെയും പേര് പറഞ്ഞു. പലരും താല്പര്യം കൊണ്ടുവന്നു. പക്ഷെ പിന്നീട് കണ്ടത് ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതാണ്. ചാണ്ടി ഉമ്മൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ലായിരിക്കാം. കാരണം മറ്റുള്ളവരുടെ പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് ചാനലുകളാണ് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി. ഇന്ന് രാവിലെ ഈ വ്യക്തികൾ അറിയുന്നില്ല തങ്ങളുടെ പേര് ചാനലുകളിൽ ചർച്ചയാവുന്നത്. MM മണിയുടെ മകളുടെ പേര് പറഞ്ഞിട്ട് വലിയൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. MM മണി മത്സരിച്ച മണ്ഡലത്തിൽ അദ്ദേഹത്തിന് പനിയും ചുമയും ആയതുകൊണ്ടും ആരോഗ്യമില്ലാത്തത് കൊണ്ടും മകൾ മത്സരിക്കട്ടെ എന്ന് ചാനലാണ് തീരുമാനിക്കുന്നത്. ഇത് എങ്ങോട്ടാണ്? ഈ പോക്ക് നല്ലതിനാണോ സാർ? നമ്മുടെ എല്ലാ ചാനലുകൾക്കും ഒരു ഇന്റലക്ച്വൽ ഹിപ്പോക്രസി ഉണ്ട്. അതായത് ബൗദ്ധികമായ ജാട എന്ന് നമ്മൾ മലയാളത്തിൽ പറയാവുന്ന രീതിയിൽ. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തീരുമാനിക്കുന്നിടത്ത് വാർത്തകൾ തുടങ്ങുകയും ഇവർ തീരുമാനിച്ചാൽ തമസ്കരണം നടക്കുകയും ചെയ്യും എന്നാണ് അവരുടെ ഒരു വിചാരം. അതിപ്പോൾ ഈ ചാനലുകാർ ഒരുപക്ഷെ കണ്ടുപിടിച്ചത് പത്രങ്ങളെ ആയിരിക്കാം. പത്രങ്ങൾ ഇപ്പോൾ നമ്പി നാരായണന്റെ ISRO ചാരക്കേസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എത്ര മനോഹരമായിട്ട് ഒരു പത്രം അത് ആഘോഷിച്ച ഒരു മനുഷ്യന്റെ ജീവിതം കുട്ടിച്ചോറാക്കി. അങ്ങനെ നല്ലതോ മോശമോ ആകട്ടെ, പക്ഷേ ഒരു ശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ നമ്മുടെ സൊസൈറ്റിക്ക് കിട്ടുന്നത് രാജ്യ താല്പര്യങ്ങൾക്ക് വളരെ ഗുണകരമാകുന്ന ഒരു കാര്യമായിരുന്നു. ഫ്രഞ്ച് ചാരക്കേസ് എന്ന് പറഞ്ഞ് മറ്റൊരു സംഭവം നമ്മൾ കേട്ടിട്ടില്ലേ? പത്രങ്ങൾ അവസാനിപ്പിക്കുന്ന നിരവധിയായ കേസുകളുണ്ട്. ഓരോ കേസും ഉണ്ടാകേണ്ടത് അവരുടെ ആവശ്യമാണ്. പക്ഷേ ഇത് മലയാളിയുടെ വാർത്തയോടുള്ള ആർത്തിയെ തൃപ്തിപ്പെടുത്താനൊന്നും അല്ല. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഞാൻ തീരെ ചെറുതായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രിയങ്കരനായ താരം ജയൻ സാർ മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മരിച്ച സമയത്ത് ആരാധകരുടെ ഒരു ആവേശത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വെട്ടിയെടുക്കുക, അദ്ദേഹത്തിൻ്റെ ചിത്രം വരക്കുക, അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ഇടിവെച്ച് ടിക്കറ്റ് എടുത്ത് കാണുക തുടങ്ങിയ കണ്ണീർ വാർക്കുന്ന അദ്ദേഹത്തിൻ്റെ നെടുവീർപ്പുകളുമായിട്ട് ഇറങ്ങിപ്പോരി ഇതെല്ലാം കാണുന്നതാണ്. പക്ഷെ ആ സമയത്താണ് ഒരു പുസ്തകം ഞങ്ങളുടെ എല്ലാം കയ്യിൽ കിട്ടിയത്. ജയൻ ജീവിച്ചിരിക്കുന്നു അമേരിക്കയിൽ, ജയനെ കൊന്നത് ബാലൻ K നായരുടെ ഗൂഢപദ്ധതിയാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാം അത് വിശ്വസിച്ചു. കാരണം അന്നേ നമ്മൾ തിരിച്ചറിയുമ്പോൾ അക്ഷരങ്ങളുടെ ശക്തി അത്രമാത്രമാണ്. എന്നാൽ അക്ഷരങ്ങളിലേക്ക് കടന്ന് അത് ദൃശ്യങ്ങൾ കൂടെ ആകുമ്പോൾ, ആ പറയുന്നയാളുടെ മിടുക്കും ഭാവനയും കൂടെ ചേരുമ്പോൾ അതിനെ അവർ കൊണ്ടുവരുന്ന കുറേ എലമെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം കൊണ്ടുവരുമ്പോൾ അവരത് പറയുന്നതോടൊപ്പം അവർ തൽപര കക്ഷിയുടെ ഒരു ബൈറ്റും എടുക്കും. അതൊരു പക്ഷേ സ്റ്റുഡിയോയിൽ തന്നെയുള്ള ശരത്തെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ ഇപ്പോൾ തിരക്കിട്ട പരിപാടികളും കൂടിയാലോചനകളുമാണ്. നമ്മളുടെ പ്രിയപ്പെട്ട ആ നേതാവിൻ്റെ പുത്രി അധികാരത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഇപ്പോൾ ഇന്നയാളെ പോയി കാണുകയാണ്, ഞങ്ങൾ അതിൻ്റെ പുറത്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്കിത് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. പക്ഷേ ആള് ഫ്ലോറിൽ തന്നെ ഉണ്ടാവും. അവിടെ നിന്നാണ് ഈ പണ്ട് ഫോൺ ഇൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഹലോ, എവിടെ നിന്ന് വിളിക്കുന്നു? കൊല്ലത്തുനിന്ന് വിളിക്കുന്നു. ഇത് പറഞ്ഞിട്ട് കഥയും പാട്ടും ഒക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്ത റൂമിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കുന്നേ. ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് വന്നപ്പോഴാണ്. ഒരുപാട് തട്ടിപ്പുകൾ മാധ്യമ മേഖല, അത് മുഖ്യധാര മാധ്യമങ്ങളാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. ഇപ്പോൾ ഓൺലൈൻ ചാനലുകൾക്കെതിരെ വളരെ ആരോപണങ്ങൾ ഉന്നയിക്കും. റേറ്റിംഗ് ഇല്ല, അല്ലെങ്കിൽ അതിന് ഒരു വിലയില്ലാത്ത രീതിയിൽ പറയുന്നു. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും ചങ്കൂറപ്പോടെ വിളിച്ചു പറയുന്നത് ഓൺലൈൻ മാധ്യമങ്ങളാണ്. നമ്മൾ ഭയക്കേണ്ടതില്ല.
ചിലപ്പം കേസുകളും ഇതൊക്കെ ഉണ്ട്. ചില വാക്കുകളുടെ പേരിൽ, ചില പേരുകൾ പറയുന്നതിൻ്റെ പേരിലൊക്കെ കേസെടുക്കാറുണ്ട്, പോലീസ് നടപടി സ്വീകരിക്കാറുണ്ട്. എങ്കിൽ പോലും മുഖ്യധാരാ മാധ്യമങ്ങളുടെ റിപ്പോർട്ടർമാർക്കെതിരെ ഒരിക്കലും നടപടി എടുത്ത് കണ്ടിട്ടില്ല. ഇവിടെ ഓൺലൈൻ മാധ്യമങ്ങളുടെ പല ചെയർമാന്മാരും നടത്തിപ്പുകാരും ഒക്കെ ജയിലിൽ പോകുന്നുണ്ട്. തുടർച്ചയായിട്ട് പലർക്കെതിരെ കേസെടുക്കുന്നുണ്ട്. പക്ഷേ അതിലും ഭീകരമായി ചാനൽ ചർച്ചകളിൽ ഇരുന്ന് വാടാവോടാ വിളിക്കുകയും തന്തയ്ക്ക് വിളിക്കുകയും തെറി വിളിക്കുകയും മുണ്ടുപൊക്കി കാണിക്കുകയും ചെയ്യുന്നവർക്ക് ആർക്കും എതിരെ കേസില്ല. അപ്പോൾ ഒരാളെ അധിക്ഷേപിക്കലില്ല. നമ്മൾ ദൈനംദിനം കാണുന്ന വാർത്തകളിൽ, വൈകുന്നേരത്തെ വാർത്തകളിൽ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഇരുത്തി കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കല്ല പോകുന്നത്. വളരെ വൃത്തികെട്ട രീതിയിലുള്ള തെറിവിളികളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ കഴിഞ്ഞിട്ട് ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചായയും കുടിച്ച് ഇവർ തുളകയിട്ട് പോകും. സാർ അത് അതിനെക്കുറിച്ച് അറിയോ സാറേ? കാരണം ചാനൽ ചർച്ചയിൽ ഘോരഘോര അടി ഉണ്ടാക്കും, തെറി വിളിക്കും, തന്തയ്ക്ക് വിളിക്കും. ഇവിടുത്തെ ഭയങ്കര പ്രശ്നക്കാരാണ്. ഇത് കണ്ടിട്ട് നമ്മൾ ഇതെന്തോ ഇത് നമ്മൾ ഒരുപക്ഷെ ഒരാളുടെ പക്ഷം പിടിക്കും, മറ്റൊരാൾ മറ്റൊരു പക്ഷം പിടിക്കും. വീടുകളിൽ പോലും ഇതിന് തർക്കത്തിന് വഴി വെച്ചിട്ട് ഇവരിത് ഇവിടുന്ന് ചായം കുടിച്ച് തുളകയിട്ട് പോകും. അതെ, ഈ സോപ്പ് ഓപ്പറ എന്നും പറഞ്ഞൊരു സംവിധാനം നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് വിദേശങ്ങളിലെ സാധാരണ നമ്മൾ സീരിയലിന് അവർ പറയുന്ന അതിൻ്റെ മോഡലിലുള്ള ഒരു സാധനത്തിന് പറയുന്ന പേരാണ്. എന്നതുപോലെ കേരളത്തിൽ ന്യൂസ് പറയാൻ കുഴപ്പമില്ല, പക്ഷെ ന്യൂസ് സ്റ്റോറിയാക്കി ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അതിന് വാല്യൂ കിട്ടുന്നുള്ളത് മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പത്രം പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ്. അതായത് പണ്ട് മംഗളം വീക്കിലി അത് ചെയ്താണ്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു കഴിയുമ്പോൾ മംഗളം പത്രം വീക്കിലി അവിടെ ചെന്ന് അതിനെ അവർ കവർ ചെയ്യാറുണ്ട്. കവർ ചെയ്യുമ്പോൾ സംഭവം നടന്ന സ്ഥലത്ത് ഒന്നും അറിയാതെ നിൽക്കുന്ന ആട് എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു പിക്ചർ, ഒരു ആടിനെ അവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അറിയാതെ നിൽക്കുന്ന ആടെന്ന് പറയും. എന്നിട്ട് വീടിൻ്റെ ഒരു ലോങ് ഷോട്ട് എടുത്തിട്ട് സംഭവത്തിന് ശേഷം മൂകമായി കിടക്കുന്ന വീട്. പിന്നെ ഏറ്റവും ഭയാനകമായ രീതിയിൽ മുഖത്തൊക്കെ വെട്ടി കണ്ണെല്ലാം പുറത്തേക്ക് തുറിച്ച് പല്ലൊക്കെ അടർന്നു നിൽക്കുന്ന ഒരു ഭീഭത്സമായ ചോര ഒലിച്ച് മുഖത്തിന്റെ ഒറിജിനൽ ഫോട്ടോയും അവരിടാറുണ്ട്. ഞാനൊക്കെ ഇത് തുറന്നു നോക്കി ഞെട്ടിയിട്ടുണ്ട്. കാരണം ചെറുപ്പത്തിൽ ഇതൊക്കെ കാണുമ്പോൾ വലിയ പേടിയായിരുന്നു. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ഞെട്ടിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞെട്ടുന്ന ആൾക്കാർ ഓരോരുത്തരും ഈ ഞെട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അവർക്ക് ഈ വിഭവം കൊടുക്കുമ്പോൾ സർക്കുലേഷൻ കൂടുന്നത് പത്രം മനസ്സിലാക്കി മംഗളം ഒരു കാലത്ത് സർക്കുലേഷനിൽ നമ്പർ 1 എത്തി. മനോരമയും മറ്റെല്ലാ പ്രസിദ്ധീകരണത്തെയും പിന്തള്ളി മംഗളം വീക്കിലി അങ്ങനെ എത്തി. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിൽ? ഈ ഒരു വാർത്തയെ വക്രീകരിച്ച് ജനങ്ങളുടെ ആ ഹൃദയസ്പന്ദനം കൂട്ടുന്ന രീതിയിൽ, അവരുടെ ശ്വാസഗതിയെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചാൽ ഒരുപക്ഷെ അതേപോലെ വിശദാംശങ്ങൾ കാണാനുള്ള ആൾക്കാരുടെ അറിവ്, ഈ പീപ്പിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ല, ഒളിഞ്ഞു നോട്ടം, ആ ഒളിഞ്ഞു നോട്ടത്തിനുള്ള ത്വര അത് രാഷ്ട്രീയത്തിലുണ്ട്. ഞാനാണത് ആദ്യം അറിഞ്ഞു എന്ന രീതിയിൽ ഒരാൾ നമ്മളോട് രഹസ്യം പറയുക, നമ്മൾ അടുത്തയാളോട് പറയുന്നത് എന്താണ്, ഒരു വലിയ ഗൗരവമായിട്ട് ഇതൊക്കെ എനിക്കറിയാമെന്ന രീതിയിലാണ് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ചാനലുകൾ ഇല്ലാത്ത വാർത്തകളെ സൃഷ്ടിച്ച് അതിനെ ഒരു കഥയാക്കി അവരുടെ ഭാവനയും അവരുടെ ലക്ഷ്യങ്ങളും ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ചേർത്ത് ജനങ്ങളിലേക്ക് ഈ ആദ്യം പറഞ്ഞ പോലെ തള്ളിവിടുന്നു. അവരിലേക്ക് പ്രസ് എന്ന് പറയുന്ന അതുപോലെ തന്നെ തള്ളിവിടുന്നു. നമ്മളൊക്കെ ദൂരദർശൻ വാർത്തകൾ കണ്ടു തുടങ്ങിയ ആളുകളാണ്. ദൂരദർശന്റെ വാർത്തയുടെ ഒരു റേഞ്ച് നമുക്ക് ഓർമ്മയുള്ളതാണ്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഇന്ത്യ വിഷൻ വന്നതിന് ശേഷമാണ് നികേഷ് കുമാർ വന്നിരുന്ന് ചരിഞ്ഞിരുന്ന് വാർത്ത വായിച്ചു തുടങ്ങുകയും പിന്നീട് പൊതു ഇടങ്ങളിലേക്കുള്ള വാർത്ത റിപ്പോർട്ടിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ സാധാരണ ഒരു വാർത്ത ചെയ്യുമ്പോൾ അതിന് പറയുന്ന രീതി മാറി, അതിന് ചിത്രീകരിക്കുന്ന രീതി മാറി, അതിൻ്റെ എഡിറ്റിംഗ് രീതി മാറി, അവതരണ രീതി മാറി. ഇപ്പം ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഭയം ഉണ്ടാവില്ല. ഭയപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ മോഡുലേഷൻ ആ മാറ്റം കൊണ്ടുവരികയും ശരിക്കും അവതാരകൻ, ന്യൂസ് പ്രസൻറ്റർ എന്നുള്ളത് വലിയൊരു അഭിനേതാവായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്, അല്ലേ? അതെ അതെ അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിറ്റുപോണേ. അതായത് ന്യൂസ് ഒരു പ്രൊഡക്റ്റാണ്. ഈ ന്യൂസിനെ വിൽക്കാൻ കഴിയുമ്പോഴാണല്ലോ അവർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് കഴിഞ്ഞിടക്ക് നമ്മൾ കേട്ടതാണ്. അവര് ഈ നമ്മുടെ ഓൺലൈനല്ലോ മറ്റേ കേബിൾ ടി വിക്കാരുടെ അവരുടെ കൺസോർഷ്യത്തിന് അവർ പൈസ കൊടുത്തു. അപ്പോൾ പൈസ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാം ചാനൽ ഒന്ന് നോക്കുമ്പോൾ ഈ ചാനലിലാണ് കിടക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് കാണും, അപ്പോൾ റേറ്റിംഗ് അവർക്കുണ്ടാകും. എന്നാൽ അവർക്ക് പൈസ കൊടുക്കാത്തവരെ, അത് ഈ ചാനലുകൾ ഓൺലൈൻ ചാനലുകൾ എന്ന് പറയുന്ന നമ്മുടെ കേബിൾ ചാനലുകൾ ചെയ്യുന്നതാണ്, അല്ലെ ഡിഷിൽ വരുന്നവരും ചെയ്യുന്നതാണ്. അതായത് അവർക്ക് പ്രത്യേകമായ പേയ്മെന്റ് കൊടുക്കാത്ത ആൾക്കാർ അവർ ഏറ്റവും ലാസ്റ്റിൽ അപ്രസക്തമായ നമ്പറിലേക്ക് കൊണ്ടിടും. ചിലപ്പോൾ 97 നമ്പറിൽ കിടക്കുന്ന ഒരാൾ 97 നിൽക്കുന്നതിനേക്കാൾ നല്ലതല്ലേ 1, 2 അല്ലെങ്കിൽ 22, 11 അങ്ങനെ ഒരു കളിയുണ്ടല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
ചാനലുകൾ എന്ന് പറയുന്ന കേബിൾ ചാനലുകൾ അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി കേബിൾ ചാനലുകൾക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ തന്നെ നമ്മളെ പോലുള്ള പ്രേക്ഷകർക്ക് വിൽക്കാനാണ് അവർ ഈ സാധനം ഈ രീതിയിലൊക്കെ സാർ പറഞ്ഞ പോലെ അവതരിപ്പിക്കുന്നത്. ശരിക്കും വളച്ചൊടിക്കലുകളുടെ ഒരു ലോകമായി വാർത്താ മാധ്യമ രീതി മാറിയിട്ടില്ലേ? വാർത്തകളെ വളച്ചൊടിക്കുക, ശരിയായ രീതി, ഇപ്പം നേരെ പോ എന്നുള്ള രീതിയിൽ നിന്ന് മാറി വളഞ്ഞു തിരിഞ്ഞു പോയാൽ മാത്രമേ ആ വാർത്തയ്ക്ക് ഒരു റേറ്റിംഗ് കിട്ടൂ, ഹൈപ്പ് കിട്ടൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നില്ലേ? അതെ, നമ്മുടെ ഒരു ആസ്വാദന ശേഷിയിൽ ഈ കുറച്ച് വക്രതയുണ്ട്. അതായത് നമ്മുടെ രാഷ്ട്രീയക്കാരൊരു വിഷയം എങ്ങനെയാണ് പറയുന്നത്, നേരെ സത്യം പറയുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ കണ്ടിട്ടുണ്ടോ? ഒരു സംഭവം ഉണ്ട്, നമുക്ക് എല്ലാം അറിയാം. ഉദാഹരണത്തിന് നിയമസഭയിൽ നടന്ന മാണിക്കെതിരെ നടന്ന ഒരു അക്രമം, എന്നിട്ട് രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് കോടതിയിൽ പോലും ചെന്ന് പറഞ്ഞ് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. ഇതേ സംസ്കാരത്തിൽ വളരുന്ന ഒരു മാധ്യമ പ്രവർത്തകനിൽ നമ്മൾ പൂർണ്ണമായിട്ടും സത്യസന്ധതയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ലോകത്ത് നല്ല മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒരു സത്യത്തിന്റെ പുറകെ പോയവരാണ്. ഇന്ന് BBC ഒരു സമയത്ത് സത്യസന്ധതയുടെ, അല്ലെങ്കിൽ CNN അവരൊക്കെ നല്ല സത്യസന്ധത കാണിക്കുമെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചില പ്രത്യേക സമയത്ത് ചില പ്രത്യേക വീഡിയോകൾ അവർ ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടില്ലേ. ഇനി സിനിമാക്കാർ മോശമാണോ? ഇപ്പോൾ നമ്മൾ മീര നയ്യാർ എന്ന് പറയുന്ന അവരിപ്പോ മീര നയ്യാറാണ്, നായർ നമ്മൾ എളുപ്പത്തിൽ സന്തോഷിച്ചിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം മറ്റേ ന്യൂയോർക്ക് മേയറിന്റെ അമ്മയാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഈ സ്ത്രീ വിറ്റത് എന്തായിരുന്നു? ഇന്ത്യയുടെ ദാരിദ്ര്യം വിറ്റാണ് അവർ ഓസ്കർ അവാർഡ് വാങ്ങിച്ചത്. കാരണം വിറ്റു പോകണമെങ്കിൽ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കണം എന്നുള്ളത് ലോക നിയമമാണ്. പക്ഷേ ഈ ലോക നിയമത്തിലെ തെറ്റുകളെ ചോദ്യം ചെയ്യുന്ന മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളിത് സംസാരിക്കേണ്ടി വരുന്നത്. അത് ഖേദകരമാണ്. സാറേ, ഈ നമ്മളിത് പറയുമ്പോഴും ചാനലുകളിൽ ഇരുന്ന് എന്നും പറയാം, കോട്ടിട്ട് കഴിഞ്ഞാൽ ജഡ്ജിയാകും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പൊതുജനങ്ങൾ വളരെ പുച്ഛത്തോടെയും അവജ്ഞയോടെയും മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും കണ്ടു തുടങ്ങി എന്നുള്ളൊരു അവസ്ഥ കൂടെയുണ്ട്. അവർ ചൂസ് ചെയ്യുക, പൊതുജനങ്ങൾ ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വലിയ മാറ്റമാണ്. നല്ലതേത് മോശമേത് എന്ന രീതിയിൽ അവർ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയത് നല്ലത്. ജനങ്ങൾ തിരിച്ചറിവുള്ളവരാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് വാർത്തകൾ കാണുന്നുവെന്നും ഇനിയെങ്കിലും മാധ്യമങ്ങൾ മനസ്സിലാക്കട്ടെ. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.